അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം വാർഷിക പരീക്ഷയുടെ ആൻസർ കീയാണ്. ഇത് പേപ്പർ 1. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. നമുക്ക് ദുറൂസുൽ ഇസ്ലാമിൽ മൊത്തം 20 ചാപ്റ്ററാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ 10 ചാപ്റ്ററാണ് ഈ പേപ്പർ 1ലെ ക്വസ്റ്റ്യൻ്റെ സിലബസ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം ചരിത്രത്തിൻ്റെ കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. 1. ജുമാ ഇല്ല. മസ്ജിദിൽ വെച്ചുള്ള ജുമാ. ഒന്നാമത്തെ ചോദ്യം, ജുമാ ഇല്ല, മസ്ജിദിൽ വെച്ചുള്ള ജമാഅത്തുമില്ല. ഓപ്ഷൻസ്: യാത്രക്കാർക്ക്, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്. ചരിത്രം: സ്ത്രീകൾക്ക്. 2. തഖ്വയുള്ളവർക്ക് മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ഓപ്ഷൻസ്: റിദ്ദത്ത്, മാജിക്, കറാമത്ത്. ചരിത്രം: കറാമത്ത്. 3. ഹിജറ 80-ൽ കൂഫയിൽ ജനിച്ചു. ഓപ്ഷൻസ്: ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം അഷ്അരി റളിയല്ലാഹു അൻഹു. ചരിത്രം: ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. 4. 10 മണി എന്നാണ് അർത്ഥം. ഓപ്ഷൻസ്: അസ്സാഅത്തു സാബിഅ, അസ്സാഅത്തുൽ ആഷിറ, അസ്സാഅത്തു സാദിസ. അസ്സാഅത്തു സാബിഅ എന്ന് പറഞ്ഞാൽ 7 മണി, അസ്സാഅത്തു സാദിസ എന്ന് പറഞ്ഞാൽ 6 മണി. രണ്ടാമത്തെ ഓപ്ഷൻ അസ്സാഅത്തുൽ ആഷിറ, ഇതാണ് 10 മണി. 5. യാ ഗുലാമു മൻ അബൂക, ഇത് ചോദിച്ചത്. ഓപ്ഷൻസ്: ജുറൈജ്, റാഇ, ബനു ഇസ്രായേൽ. ചരിത്രം: ജുറൈജ്. 6. മകനെ ഫാത്തിഹ പഠിപ്പിച്ചതിന് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഉസ്താദിന് നൽകിയ പാരിതോഷികം. ഓപ്ഷൻസ്: 100 ദിർഹം, 1000 ദിർഹം, 500 ദിർഹം. ചരിത്രം: 500 ദിർഹം. രണ്ടാമത്തെ പ്രവർത്തനം ചേരുംപടി ചേർക്കുക. 1. തൗബ ചെയ്ത് മഹാനാകി. 2. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ്. 3. അൽ ഔസുൽ അഅ്ലം എന്ന പേരിൽ പ്രസിദ്ധനായി. 4 ഇമാമുകളിൽ പ്രഥമൻ. 5 ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ്. ഇപ്പുറത്ത് നോക്കൂ. എ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. ബി ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. സി ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഡി ഇമാം സുഹ്രി റളിയല്ലാഹു അൻഹു. ഇ ഫുലൈൽ ഇബ്നു ഇയാൽ. ഓർന്നിനും യോജിച്ച ഉത്തരത്തിലെ ലെറ്റർ അതിന് നേരെ എഴുതണം. 1. തൗബ ചെയ്ത് മഹാനായി. ചരിത്രം: ഇ ഫുലൈൽ ഇബ്നു ഇയാൽ റളിയല്ലാഹു അൻഹു. 2. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ്. ചരിത്രം: സി ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. 3. ഔസുൽ അഅ്ലം എന്ന പേരിൽ പ്രസിദ്ധനായി. ചരിത്രം: എ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. 4 ഇമാമുകളിൽ പ്രഥമൻ. ചരിത്രം: ബി ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. 5 ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദ്. ചരിത്രം: ഡി ഇമാം സുഹ്രി റളിയല്ലാഹു അൻഹു. ഇ സി എ ബി ഡി. മൂന്നാമത്തെ പ്രവർത്തനം വിട്ട ഭാഗം പൂരിപ്പിക്കുക. 1. സ്ത്രീകൾ വീടിന്റെ ഡാഷിൽ വെച്ച് നിസ്കരിക്കലാണ് നല്ലത്. ആവരിൽ പൂരിപ്പിക്കേണ്ടത് ഉള്ളറയിൽ. 2. വിശുദ്ധ ഖുർആനാണ് ഡാഷിന്റെ അടിസ്ഥാന പ്രമാണം. ആവരിൽ പൂരിപ്പിക്കേണ്ടത് ഇസ്ലാമിന്റെ. 3. ചെറുപ്പകാലത്ത് ഡാഷ് കല്ലിൽ കൊത്തിവെക്കുന്നത് പോലെയാണ്. ആവരിൽ പൂരിപ്പിക്കേണ്ടത് പഠിക്കുന്നത്. 4. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഡാഷിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ആവരിൽ പൂരിപ്പിക്കേണ്ടത് ജന്നത്തുൽ ബഖീഇൽ. 5. തെറ്റ് ചെയ്തു പോയതിൽ ഡാഷ് തോബയുടെ ഷർത്താണ്. ആവരിൽ പൂരിപ്പിക്കേണ്ടത് ഖേദിക്കൽ. 6. വസൗഫ നദ്ഹബു ഇലാ ഡാഷ് ബഅദൽ അസ്ർ. ആവരിൽ പൂരിപ്പിക്കേണ്ടത് അൽ ബൈത്തി. വസൗഫ നദ്ഹബു ഇലൽ ബൈത്തി ബഅദൽ അസ്ർ. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 1. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൊട്ടാരം എവിടെയായിരുന്നു? ഉത്തരം: ഫലസ്തീനിൽ. 2. ഒറ്റയ്ക്ക് യാത്ര ചെയ്യൽ ഹറാമാണ്. ആര്? ഉത്തരം: സ്ത്രീകൾക്ക്. 3. ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ജനിച്ചത് എവിടെ? ഉത്തരം: മദീനയിൽ. 4. അത് അല്ലാഹു തആലയുടെ പ്രകാശമാണ്. ഏത്? ഉത്തരം: അറിവ്. 5. മുവത്ത എന്ന ഹദീസ് ഗ്രന്ഥം രചിച്ചത് ആര്? ഉത്തരം: ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. 6. വിശ്രമം എന്ന വാക്കിന്റെ അറബി പദം. ഉത്തരം: ഇസ്തിറാഹ. അടുത്ത പ്രവർത്തനം ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 1. ആരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ? ഉത്തരം:
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ സ്വഹാബികളുടെയും ശരിയ അനുധാവനം ചെയ്യുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. 2. ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും. എങ്ങനെ? ഉത്തരം: നിസ്കാരം, നോമ്പ് പോലെയുള്ള ഇബാദത്തുകൾ കൊണ്ട് ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും. 3. എവിടുന്നാണ് ഈ പഴങ്ങളെല്ലാം ലഭിക്കുന്നത്? ആരോട് ചോദിച്ചു? ഉത്തരം: സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവി റളിയല്ലാഹു അൻഹായോട് ചോദിച്ചതാണിത്. 4. സ്ത്രീകൾ പുറത്തു പോകുമ്പോൾ കൂടെ വേണം. ആര്? ഉത്തരം: ഭർത്താവോ മെഹ്റമായ പുരുഷനോ വിശ്വസ്തരായ സ്ത്രീകളോ കൂടെ വേണം. 5. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു 7 കൊല്ലം ആട്ടിറച്ചി തിന്നില്ല. കാരണം? ഉത്തരം: കൂഫയിൽ ഒരാട് കളവു പോയി. നഷ്ടപ്പെട്ട ആടിനെ കണ്ടെത്താനാകില്ല. പ്രസ്തുത ആടിന്റെ മാംസം തന്റെ വയറ്റിൽ എത്തിച്ചേരുമോ എന്ന ഭയം കാരണം പിന്നീട് 7 കൊല്ലം അദ്ദേഹം ആട്ടിറച്ചി കഴിച്ചില്ല. 6. മനസ്സുകൊണ്ടുള്ള യുദ്ധത്തിന് ഒരു ഉദാഹരണം എഴുതുക. ഉത്തരം: ഇസ്ലാം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക. 7. 16 തവണ തേൾ കുത്തിയിട്ടും മാലിക് റളിയല്ലാഹു അൻഹു ക്ലാസ് നിർത്തിയില്ല. കാരണം? ഹദീസിനോട് അനാദരവ് ഉണ്ടാകുമോ എന്ന ഭയം കാരണമായിരുന്നു അദ്ദേഹം ഹദീസ് ക്ലാസ് നിർത്താതിരുന്നത്. അടുത്ത പ്രവർത്തനം കുറിപ്പെഴുതുക. 5 വരിയിൽ കുറയരുത്. 1. ഇൽമിന്റെ മഹത്വം. ആദ്യം ഹെഡിങ് കൊടുക്കുക: ഇൽമിന്റെ മഹത്വം. അറിവ് അല്ലാഹു തആലയുടെ പ്രകാശമാണ്. അറിവ് പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും വലിയ മഹത്വമുണ്ട്. അറിവ് തേടി പുറപ്പെട്ടവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കും. പണ്ഡിതനു വേണ്ടി ആകാശഭൂമികളിലുള്ളവരെല്ലാം പോർക്കലിനെ തേടും. ഈ മഹത്വം ലഭിക്കാൻ അദബുകൾ പാലിക്കണം. തെറ്റ് ചെയ്യുന്നവർക്ക് അല്ലാഹു തആലയുടെ നൂർ ലഭിക്കുകയില്ല. മനുഷ്യൻ നേടുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും മഹത്തായത് അറിവാണ്. മരണം വരെ അറിവ് പഠിച്ചുകൊണ്ടിരിക്കണം. മതപരവും ജീവിതത്തിന് ഉപകാരപ്പെടുന്ന ഐഹികവുമായ അറിവുകൾ നിരന്തരം കരസ്ഥമാക്കണം. കുറിപ്പെഴുതുക എന്നതിൽ രണ്ടാമത്തത് മദ്ഹബുകൾ. മദ്ഹബുകൾ എന്ന ഹെഡിങ് കൊടുക്കുക. വിശുദ്ധ ഖുർആനാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാക്കിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും മൗനാനുവാദങ്ങളിലൂടെയും ഖുർആനിന്റെ വിശദീകരണം നൽകി. സ്വഹാബികൾ താബികൾക്കും താബികൾ ശേഷമുള്ളവർക്കും അത് പകർന്നു നൽകി. അത് മുഴുവൻ ക്രോഡീകരിച്ച് ഇസ്ലാമിക ഫിഖ് രേഖപ്പെടുത്തിയവരാണ് മദ്ഹബിന്റെ ഇമാമുകൾ. ഖുർആനിലോ ഹദീസിലോ ഖണ്ഡിത നിർദ്ദേശമില്ലാത്ത വിഷയങ്ങളിൽ ഇമാമുകൾ ഗവേഷണം നടത്തി വിധി പറഞ്ഞു. ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും അനുയായികളുള്ളത് ഹനഫി മദ്ഹബിലാണ്. അൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവാണ് ഹനഫി മദ്ഹബിന്റെ സ്ഥാപകൻ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ കീ കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇനി പേപ്പർ 2ന്റെ ആൻസർ കീ അടുത്ത വീഡിയോയിൽ നോക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.